ക്രിസ്തുയേശുവിലേവർക്കും സ്നേഹവന്ദനം. വിലാപങ്ങളുടെ പുസ്തകം 2:19 രാത്രിയിൽ യാമാരംഭത്തിൽ എഴുന്നേറ്റ് നിലവിളിക്കുക, നിന്റെ ഹൃദയത്തെ വെള്ളം പോലെ കർത്തൃസന്നിധിയിൽ പകരുക. വീഥികളുടെ തലയ്ക്കലൊക്കെയും വിശപ്പ് കൊണ്ട് തളർന്നു കിടക്കുന്ന നിന്റെ കുഞ്ഞുങ്ങളുടെ ജീവരക്ഷയ്ക്കായി അവനിലേക്ക് കൈമലർത്തുക. പാപം നിമിത്തം ദൈവത്തിന്റെ കോപം യെരൂശലേമിന്റെ മേൽ വന്നപ്പോൾ ജനങ്ങൾ കടുത്ത യാതനകളും പട്ടിണിയും അനുഭവിച്ചു. ബാബിലോൺ സൈന്യം യെരൂശലേം നഗരവും ദൈവാലയവും പൂർണ്ണമായി അഗ്നിക്കിരയാക്കിയ പശ്ചാത്തലത്തിൽ എഴുതപ്പെട്ട പുസ്തകമാണ് വിലാപങ്ങളുടെ പുസ്തകം. ദുരന്തം ജീവിതത്തിൽ ആഞ്ഞടിക്കുമ്പോൾ ഒരിക്കലും പ്രത്യാശ കൈവിടാതെ ദൈവത്തെങ്കിലേക്ക് തിരിയണമെന്നുള്ള ആഹ്വാനമാണ് എഴുത്തുകാരനായ യിരെമ്യാവ് നൽകുന്നത്. നന്നായി ഉറങ്ങേണ്ടുന്ന രാത്രിയാമങ്ങളിൽ പോലും കർത്താവിനോട് പ്രാർത്ഥിക്കുവാൻ കഴിയണം. രാത്രി എന്നത് ചിന്തകൾ കൂടുന്ന സമയവും ഏകാന്തതയുടെയും ഭയത്തിൻ്റെയും സമയമാണ്. പ്രതീക്ഷ നഷ്ടപ്പെടുന്ന ആ സമയത്ത് ദൈവത്തോട് നിലവിളിച്ച് പ്രാർത്ഥിക്കുക. വെള്ളം ഒരു പാത്രത്തിൽ നിന്നൊഴിച്ചാൽ അത് മുഴുവനായി പുറത്തേക്ക് പോകുന്നത് പോലെ ഹൃദയത്തിലുള്ളതെല്ലാം ഒന്നും മറച്ചു വയ്ക്കാതെ ദൈവത്തോട് തുറന്നു പറയുക. കുറ്റബോധമാകട്ടെ, പരാജയമാകട്ടെ, നിരാശയാകട്ടെ, സാമ്പത്തികമാകട്ടെ, ഏതു വിഷയവും ദൈവത്തെങ്കിലേക്ക് പകരുക. സാധാരണഗതിയിൽ പ്രശ്നം അഭിമുഖീകരിക്കേണ്ടി വരുമ്പോൾ ഭയവും ഉത്കണ്ഠയും വർദ്ധിച്ച് മനുഷ്യ സഹായത്തിനായി യാചിക്കുന്നവരെ നമുക്ക് കാണുവാൻ കഴിയും. എന്നാൽ പ്രതികൂല സാഹചര്യങ്ങളിൽ ദൈവസന്നിധിയിലേക്ക് വിശ്വാസത്തോടെ പ്രാർത്ഥനയോടെ എത്തുന്നവർക്ക് ദിവ്യസമാധാനം ലഭിക്കും. ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടാതെ എല്ലാറ്റിലും പ്രാർത്ഥനയാലും അപേക്ഷയാലും നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടെ ദൈവത്തോട് അറിയിക്കുക അത്രേ വേണ്ടത്. അപ്പോൾ ദൈവത്തിൻ്റെ സമാധാനം നമ്മെ കാത്തുകൊള്ളുമെന്ന് ഫിലിപ്പിയ ലേഖനം 4 നാം വായിക്കുന്നു. അതുപോലെ നമ്മുടെ കുഞ്ഞുങ്ങളുടെ ജീവരക്ഷയ്ക്കായി ദൈവത്തോട് കൈമലർത്തുക. വിശപ്പ് കൊണ്ട് തളർന്നു കിടക്കുന്ന കുഞ്ഞുങ്ങളുടെ ജീവരക്ഷയ്ക്കായി ഉള്ളം കൈ നീട്ടി യാചിക്കുക. വിശപ്പ് കൊണ്ട് തെരുവിൽ തളർന്നു കിടക്കുന്ന യെരൂശലേമിന്റെ മക്കളുടെ അവസ്ഥയിൽ ദൈവത്തോട് പ്രാർത്ഥിക്കുക. നമ്മുടെ സങ്കടങ്ങളും വേദനകളും ദൈവത്തോട് തുറന്നു പറയുവാനും കുടുംബത്തിനും വരാനിരിക്കുന്ന തലമുറകൾക്കും വേണ്ടി പ്രാർത്ഥിക്കുവാനും കഴിയണം. പ്രതിസന്ധികളിൽ മനുഷ്യരിൽ ആശ്രയിക്കാതെ ദൈവത്തിൽ ആശ്രയിക്കുവാൻ ഈ വചനം നമ്മെ പഠിപ്പിക്കുന്നു. God bless us all.